എൻ്റെ പേര് ഡോക്ടർ സ്മിത. ഞാൻ മലയാള സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര വകുപ്പ് ഡയറക്ടറാണ്. ഞാൻ ഇന്നിവിടെ മലയാള സർവകലാശാലയും ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററും തമ്മിലൊരു ധാരണാപത്രം ഒപ്പുവയ്ക്കാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എത്തി ഈ സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ വരുന്നൊരു പ്രദേശം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പാരൻസിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കുള്ളത് എന്ന് പോലും അറിയാത്ത വളരെ അത്രയും ബുദ്ധിമുട്ടുള്ള ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഈ സൗകര്യങ്ങൾ കാണുമ്പോൾ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ എന്താണ് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്ന ഒരു രീതിയിൽ ഇവിടെ ഒരു സ്കിൽ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഭിന്നമായ ശേഷി എന്താണ് എന്ന് കണ്ടെത്തി ആ ശേഷിയെ എൻഹാൻസ് ചെയ്യിച്ചുകൊണ്ട് അത് അവരുടെ പ്രത്യേകിച്ചൊരു ബിഹേവിയർ തെറാപ്പി പോലും കൊടുക്കേണ്ടതില്ലാത്ത വിധം ആ സ്കിൽ എൻഹാൻസ്മെൻറ്റ് അവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യുകയും അത് അവരുടെ ഒക്യുപ്പേഷണൽ സ്കില്ലായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഞാനിവിടെ കാണുന്നത്. ഇത്രയും താളബോധം കുട്ടികളിൽ, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് അവർക്ക് കഴിയില്ല എന്ന് നമ്മൾ വിധി എഴുതി വെക്കുമ്പോൾ അവരെത്രയോ മനോഹരമായിട്ട് മാജിക് ചെയ്യുന്നു, എത്രയോ താളാത്മകമായിട്ട് അവർ വാദ്യങ്ങൾ വായിക്കുന്നു. അത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ കവിതകൾ ചൊല്ലുന്നത് അവർ ആ ഒരു അക്ഷരസ്ഫുടത എന്ന് പറയുന്നത്. നമ്മൾ ഭാഷാ ഗവേഷകർ എന്ന നിലയിൽ നമുക്ക് കുട്ടികൾക്ക് ഒരിക്കലും ഉച്ചാരണം കൃത്യമാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ അക്കാദമിക സമൂഹം വരെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരെത്ര മനോഹരമായിട്ടാണ് നിർത്തേണ്ടടുത്ത് നിർത്തി കൃത്യമായി ആ കവിത ചൊല്ലുന്നത് എന്നത് സാധാരണ കുട്ടികൾ പോലും ചൊല്ലാൻ കഴിയാത്ത അത്ര മധുരമായിട്ട് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കി അവരത് ചൊല്ലുന്ന കാണുമ്പോൾ നമുക്ക് അതൊരു ട്രെയിനിങ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ വിർച്വൽ റിയാലിറ്റി സെൻറ്റർ, എനിക്കറിയില്ല അത് എത്രത്തോളം നമ്മുടെ പുറം ലോകത്തിന് അതിനെക്കുറിച്ച് ധാരണയുണ്ടെന്ന്. കാരണം കേരളത്തിലൊന്നും നമുക്ക് അങ്ങനെ ഒരു ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും ലഭ്യമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്നു, അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ഥാപനം കൂടുതൽ പേർക്ക് എത്തിച്ചേരാനാകുന്ന ഒരിടമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ സന്തോഷം.